ചിദംബരം സംവിധാനം ചെയ്തിപ്പോഴും തിയേറ്ററുകളിൽ തകർത്തോടുന്ന സിനിമയാണ് ബാലൻ. ഈ സിനിമ പുറത്തിറങ്ങിയതോടെ ഉണർന്ന ഒരു സ്ഥലം വയനാട്ടിലുണ്ട്. വയനാട് ചേകാടിയിലെ ബസ് സ്റ്റോപ്പാണത്. ഇന്ന് സന്ദർശകരുടെ കുത്തൊഴുക്കാണ് അവിടേക്ക്. സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ആ താൽക്കാലിക ബസ് സ്റ്റോപ്പ് വന നിയമ ലംഘനങ്ങൾക്ക് വാതിൽ തുറക്കുമോ എന്ന ആശങ്ക വനം വകുപ്പിനുണ്ട്. അതുകൊണ്ട് സന്ദർശകരെ കുറയ്ക്കുന്നതിനുള്ള ആലോചനയിലാണ് വനം വകുപ്പ്. കാണാം, വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം തയ്യാറാക്കിയ റിപ്പോർട്ട്. പരോപകാരമേ പുണ്യം. അഭ്രപാളിയിലേക്ക് ഒരുക്കിയതിനെ ഒരു നാട് ഏറ്റെടുത്തപ്പോൾ കണ്ടത് കാണികളുടെ ഒരു കുത്തൊഴുക്കാണ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ ഒഴുക്ക് ഒരു ബാധ്യതയാകുമോ? ചേകാടി കുണ്ടുപാടിയിലെ ഈ ബസ് സ്റ്റോപ്പിന് ഇന്ന് ആരാധകർ ഏറെയാണ്. ചിത്രീകരണത്തിനായി കെട്ടിയുയർത്തിയതാണെങ്കിലും കുണ്ടുപാടിയിലെ ഉന്നതിക്കാർ ആ ബസ് സ്റ്റോപ്പ് ചോദിച്ചപ്പോൾ അറിഞ്ഞുകൊടുത്തു അണിയറ പ്രവർത്തകർ. അവിടെ പുൽപ്പള്ളി ചേകാടിയിൽ ഒരു സിനിമാ ചിത്രീകരണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് ഒത്തിരി ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയും പരിസരവാസികളെ ആളുകൾക്ക് ഒത്തിരിയേറെ ഗുണം ചെയ്യപ്രദമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഷെഡാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അത് കാണുന്നതിന് വേണ്ടി നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ധാരാളം ടൂറിസ്റ്റുകൾ, സന്ദർശകർ അവിടെ വരികയും അത് കാണുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ്. എന്നാൽ സന്ദർശകർ കാണാത്ത, തേടി വരുന്നവർ അറിയാത്ത ഒരു കാര്യമുണ്ട്. ബസ് സ്റ്റോപ്പിന് ഇരുവശവും നിയന്ത്രിത വനമേഖലയാണെന്നും ഇവിടെ വന്യജീവികളുടെ സ്വൈര്യവിഹാരം പതിവാണെന്നും. പല പ്രദേശങ്ങളിൽ വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ചോ അവരുടെ ഉപദ്രവങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവില്ലാത്തവരാണ് പലരും അവിടെ എത്തിച്ചേരുന്നത്. അതുമൂലം അതിന് കൃത്യമായി ഒരു വനം വകുപ്പിനെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ വെയിറ്റിംഗ് ഷെഡ് കാണാൻ വരുന്ന ആളുകൾ പിന്നീട് ഉൾക്കാട്ടിലേക്ക് പോകാൻ ഇടവരികയും അത് വന്യജീവി ആക്രമണത്തിലേക്ക് പോകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിൻ്റെ കൃത്യമായൊരു നിരീക്ഷണം നടത്തുകയും അവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു അപകടത്തിന് ശേഷം പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വ്യസനിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഈ സമയത്ത് പറയുവാനുള്ളത്. ഇത്രയും കാലം ശൂന്യമായിരുന്നിടത്തുയർന്ന ഈ ബസ് സ്റ്റോപ്പ് ചേകാടിക്കാർക്ക് അനുഗ്രഹം തന്നെയാണ്. നിയമങ്ങൾ ലംഘിക്കപ്പെടും വരെ നിയന്ത്രണങ്ങളെ കാറ്റിൽ പറത്തുന്ന സന്ദർശകർ ഒരു വെല്ലുവിളിയും. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു കാട്ടാന ആക്രമിക്കുന്നൊരവസ്ഥയുണ്ടായി. അങ്ങനെ നിരവധിയായ ആക്രമണങ്ങളുള്ളപ്പം വനംവകുപ്പോ ബന്ധപ്പെട്ട അധികാരികളോ അത് സംരക്ഷിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ രൂക്ഷമായ ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് ചെന്നെത്തും. പൊളിച്ചു മാറ്റണം എന്നല്ല, അത് സംരക്ഷിക്കണം, അത് ആവശ്യകതയാണ്. അതിനോടൊപ്പം അതിന് സംരക്ഷണ ചുമതല ഫോറസ്റ്റ് ഏർപ്പെടുത്തിക്കൊണ്ട് സന്ദർശകർക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തണം. പ്രദേശവാസികളുടെ ആവശ്യത്തെ പൂർണ്ണമായി നിരാകരിക്കാനല്ല, വന്യതയിൽ കടന്നുകയറുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വനം വകുപ്പിന് മുന്നിലും ഉത്തരവാദിത്തങ്ങൾ ഏറെയുണ്ട്. ലംഘിക്കപ്പെടാനുള്ളതല്ല, നിയമങ്ങൾ എന്നും പാലിക്കപ്പെടേണ്ടവയാണ്. ചേകാടിയിലെ ഈ വന്യതയായി തന്നെ തുടരണമെങ്കിൽ ഈ ബാലൻ ഇഫക്റ്റിന് ഒരു കടിഞ്ഞാണിട്ടേ തീരൂ. ക്യാമറമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.